തമാശയൊക്കെ ഒരുപരിധിവരെ. എന്താണ് ഇയാളുടെ പ്രശ്നം? നെവിനെ നിർത്തിപ്പൊരിച്ച് മോഹൻലാൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഏതാനും നാളുകൾ കൂടി മാത്രമാണ് ഗ്രാൻഡ് ഫിനാലേക്ക് ബാക്കിയുള്ളത്. 9 മത്സരാർത്ഥികളുമായി 12ാം വാരത്തിലേക്ക് കടന്ന സീസണിൽ കലുഷിതമായ പല സംഭവ വികാസങ്ങൾക്കുമാണ് പ്രേക്ഷകരും ബിഗ് ബോസ് ഹൌസും സാക്ഷ്യം വഹിച്ചത്. എല്ലാം നെവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഷാനവാസിന് നേരെയുള്ള അതിക്രമവും അനുവിന്റെ ബെഡിൽ വെള്ളം ഒഴിച്ചതുമടക്കം നിരവധി പ്രശ്നങ്ങൾ ഈ ആഴ്ചയിൽ നെവിൻ നടത്തിയിട്ടുണ്ട്. ആദ്യമെല്ലാം എന്റർടൈനറാണെന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിച്ച നെവിൻ തന്നെ താനൊരു അരോചകമാണ് എന്ന് പറയിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ പ്രശ്നങ്ങളും ഉയർത്തി നെവിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ. ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ നിന്നും ഇത് വ്യക്തമാണ്. എന്താണ് നെവിന്റെ പ്രശ്നം എന്നാണ് മോഹൻലാൽ ചോദിക്കുന്നത്. ഇന്നൊന്നുമില്ലെന്ന് നെവിൻ മറുപടി പറയുന്നുണ്ട്. ഒന്നുമില്ലെന്നോ? നെവിന്റെ പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരൂ. അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ തമാശയൊക്കെ ഒരുപരിധിവരെ ഞങ്ങൾ അംഗീകരിച്ചു തന്നു. അതുകഴിഞ്ഞാൽ പിന്നെ വളരെ മോശമായ കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. നെവിനെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഇവയ്ക്ക് തിരിച്ചു മറുപടി ഒന്നും നെവിന് പറയാനും സാധിക്കുന്നില്ലെന്നാണ് പ്രൊമോയിൽ നിന്നും വ്യക്തമാകുന്നത്. നെവിനെ പുറത്താക്കണമെന്ന കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്. അതേസമയം ഗ്രാൻഡ് ഫിനാലെയുടെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച നടന്ന ടിക്കറ്റ് ടു ഫിനാലെ അവസാനിച്ചിരിക്കുകയാണ്. 8 ടാസ്കുകളിൽ നിന്നായി 56 പോയിന്റുകൾ നേടി നൂറയാണ് ടിക്കറ്റ് ടു ഫിനാലെ നേടിയിരിക്കുന്നത്. ഇനിയുള്ള 2 ആഴ്ചയിലെ നോമിനേഷൻ മുക്തിക്കൊപ്പം ഡയറക്റ്റ് ആയി ടോപ്പ് 5-ലെത്തിയിരിക്കുകയാണ് നൂറ ഇപ്പോൾ. 2ാം സ്ഥാനത്ത് ആര്യനാണ്. നമ്മൾ 3 പെൺകുട്ടികളിൽ ആരെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ വിജയിക്കണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നാണ് നൂറ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനിടയിൽ ബിബി വീട്ടിൽ വീണ്ടും ഭക്ഷണത്തിന്റെ പേരിൽ സംഘർഷം രൂപപ്പെട്ടിരിക്കുകയാണ്. യോഗ്ട് എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വഴക്ക് ഉണ്ടായത്. നൂറ യോഗ്ട് എടുക്കാൻ വന്നപ്പോൾ അതിന്റെ പകുതിയോളം തീർന്നിരിക്കുകയാണ്. ആരാണ് പകുതിയോളം എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അനു ആര്യനെയും അക്ബറിനെയും സംശയം പറയുന്നുണ്ട്. എന്നാൽ നെവിനാണ് യോഗ്ട് എടുത്തതെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് നൂറയുടെ കയ്യിൽ നിന്നും യോഗ്ട് ബോട്ടിൽ ആര്യൻ തട്ടിപ്പറിക്കുകയും തുടർന്ന് അനുമോൾ ഇടപെട്ട് ഫ്രിഡ്ജിൽ നിന്നും മറ്റൊരു യോഗ്ട് ബോട്ടിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഉച്ചഭക്ഷണത്തിന്റെ പേരിലും വഴക്ക് തുടരുന്നുണ്ട്. അനുമോൾ, നെവിൻ, ആര്യൻ എന്നിവർ ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ വൈകി എന്നാരോപിച്ച് അനുമോളും നൂറയും ഗഞ്ഞിയും പയറും തയ്യാറാക്കുന്നുണ്ട്. ഇരുകൂട്ടരും വിട്ടുകൊടുക്കാൻ താൽപര്യമില്ലാതെ വാക്ക് തർക്കങ്ങൾ മാത്രമാണ് ബിബി വീട്ടിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തവണ മോഹൻലാൽ വരുമ്പോൾ മത്സരാർത്ഥികളുടെ ഈ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ്.